നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആദ്യം തന്നെ കത്തി വെച്ച് കൊല്ലുന്നില്ല, എന്നാലും ഒരു നന്ദി പറയണമല്ലോ. ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോയുടെ തുടക്കത്തിൽ കുറേ പരിവേദനങ്ങളാണ് പറഞ്ഞത്. മീൻസ് അത് അപ്പോൾ ശരിക്കും പറയാൻ എൻ്റെ ഹസ്ബൻഡ് പോലും പറഞ്ഞു, എന്തിനാ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, അങ്ങനെയൊന്നും പറയുന്ന പുള്ളിക്കാരന് ഇഷ്ടമല്ല, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ ഒരു ഇഷ്ടമില്ല, അങ്ങനെയൊന്നും പറയണ്ട, അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ സമാധാനമാണല്ലോ വലുത്. അതുകൊണ്ട് ഞാൻ എന്നെ അടുത്തു അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പല മെസ്സേജസും കരഞ്ഞുകൊണ്ടാണ് വായിച്ചത്, കണ്ണ് നിറഞ്ഞാണ് വായിച്ചത്. അത്രയ്ക്ക് സപ്പോർട്ട്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്ക് അത്രയ്ക്ക് സപ്പോർട്ടാണ് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റിൽ കൂടെ എനിക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ നന്ദി എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ദൈവത്തോടാണ് പറയാനുള്ളത്. കാരണം എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടേ ഇല്ല എവിടെയൊക്കെയോ ഈ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ തരുന്ന സപ്പോർട്ടെന്ന് അതൊന്ന് കിട്ടുക എന്ന് പറയുന്നത് ദൈവം പ്രത്യേകിച്ച് അനുഗ്രഹിച്ച ഒരു കാര്യമാണ്. അതൊരു വലിയ കാര്യമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പലതും വായിച്ചപ്പോഴും എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. സന്തോഷം കൊണ്ടാണോ കരയുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതുപോലെ ഒത്തിരി നന്ദി കേട്ടോ. ദൈവത്തിന് ആദ്യം തന്നെ നന്ദി. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അത്രയും സമയം മെനക്കെടുത്തിയില്ല, അത്രയും ടൈപ്പ് ചെയ്ത് അത്രയും വലിയ ഇതായിരിക്കാൻ. അതിനകത്ത് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, ഞാൻ കമൻറ്റിന് സമ്മാനം പറഞ്ഞപ്പോൾ പോലും ഇത്രയും കമൻറ്റ് വന്നിട്ടില്ല, ഇത്രയും നീണ്ട കമൻറ്റുകൾ വന്നിട്ടില്ല. അല്ലാതെ എനിക്കൊരു വിഷമം വന്നപ്പോഴാണ്, അതാണ് ദൈവം തരുന്ന യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു താങ്ക്സ് പറയാതെ ഞാൻ തുടങ്ങിയാൽ ശരിയാവത്തില്ല. ഒത്തിരി താങ്ക്സ് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന കുറച്ച് സാരി, കൂടുതൽ കുർത്തിയും. ഞാൻ ഈ കുർത്തി കാണിക്കുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ടോപ്പ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ചോദിക്കും, ആ കുർത്തി ഉണ്ടോ ഈ കുർത്തി ഉണ്ടോ എന്ന് ചോദിക്കാം. അതെന്നാന്നറിയോ, ഞാനിടുന്ന ഒരു കുർത്തി പോലും പുറത്തൊന്നും മേടിക്കുന്ന കുർത്തിയില്ല. എല്ലാ കുർത്തിയും എൻ്റെ ഷോപ്പിലെ കുർത്തി തന്നെയാണ്. പക്ഷേ ഇട്ട് കാണുമ്പോൾ അതിനൊരു ഭംഗി, അല്ലാതെ കാണിക്കുമ്പം വേറൊരു ഭംഗി, അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഓരോ കുർത്തിയും ഇട്ടിട്ട് കാണിക്കാൻ എനിക്ക് കഴിയത്തില്ല, മടിച്ച്. അതുകൊണ്ടാണ് കേട്ടോ. കുർത്തിയെല്ലാം നല്ലതാണ്. അതുകൊണ്ട് ഞാനിട്ട് കാണിക്കുന്ന കുർത്തി എന്നെ കാണിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ കാണിക്കുന്ന കുർത്തികളൊക്കെ തന്നെയാണ് ഞാൻ ഇടുന്നതും. പിന്നെ ഇച്ചിരി ബൂട്ടി കൂടുതലായതുകൊണ്ടൊക്കെ ആയിരിക്കും. അയ്യോ, ഇനി അതിന് ഇത് കോട്ടൺ കുർത്തി. ഇത് കണ്ടോ, കോട്ടൺ ഇങ്ങനെ ഒരു വർക്കാണ് ഇത് നിറച്ചും. അങ്ങനെയുള്ളൊരു ചുമ്മാ സിമ്പിൾ കുർത്തി, ഡെയിലി വെയർ ആയിട്ടോ ഒക്കെ ഇടാം. ഒരു പീച്ച് കളർ, നല്ലൊരു പീച്ച് ഷെയ്ഡായിട്ട് കൂടെ ഒരു ഗ്രേഡ് ഒരു ഷെയ്ഡ് പോയിരിക്കുന്ന ഒരു കുർത്തി. എ ലൈൻ അല്ല, സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഉണ്ട്. കൈക്ക് ലൈനിങ് ഇല്ല, കയ്യിൽ ഇത് കണ്ടോ ഇങ്ങനെ ഒരു പടിയൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ ഒരു പാട്ട് മാത്രം പ്ലെയിൻ ഉണ്ട്. ബാക്ക് ഇങ്ങനെ പ്ലെയിനാണ്. ഇത് M2 XXL ആണ്, മീഡിയം, ലാർജ്, XL, XXL. അടുത്തതും കോട്ടൺ കുർത്തിയാണ്. ചുമ്മാ സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന കോട്ടൺ കുർത്തീസ് ഇതുണ്ടല്ലോ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് XXL ആണ്. പക്ഷെ നല്ല സൈസുണ്ട്. XXL, വലിയ XXLനും XXLനും സൈസ് ഉള്ളവർക്ക് വേണമെങ്കിൽ എടുക്കാം. അത്യാവശ്യം നല്ല സൈസ് ഉള്ളത്, നല്ല പ്യുവർ കോട്ടൺ കുർത്തിയാണ്. കോട്ടൺ പ്യുവർ ആയതുകൊണ്ട് തന്നെ, പ്യുവർ കോട്ടൺ ആണെങ്കിൽ അത് അറിയത്തില്ലാത്തവരിപ്പോഴും ഉണ്ട്. ബട്ടൺസോ അതിനെന്നാ ബട്ടൺസ് ഉണ്ടെന്ന്. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് അറിയത്തില്ലാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട്. ഒരു സാധനത്തിൻ്റെ കളർ ഇളകുമോ ചുരുങ്ങുകയോ ചെയ്താൽ കോട്ടണിൻ്റെ ഓർത്തോണം അത് പ്യുവർ കോട്ടൺ ആയതുകൊണ്ടാണ്. പോളിയേസ്റ്റർ മിക്സോ സിന്തറ്റിക് മിക്സോ ഉണ്ടെങ്കിലാണ് ഇത് കളർ ഇളകാത്തത്. പ്യുവർ കോട്ടൺ ആണ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും കംഫർട്ട്, ബോഡിക്ക് നല്ലതും പ്യുവർ കോട്ടൺ ആണ്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്, അത് പ്യുവർ ആയതുകൊണ്ട് ഇത്തിരി കളർ ഇളകും. അല്ലെങ്കിൽ ഫസ്റ്റ് വാഷ് നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്യുക. അല്ലെങ്കിൽ കളർ കാടി മുക്ക, നമ്മുടെ ഈ നോർമൽ ഒന്നും കളർ കാടി ബുക്കേണ്ട കാര്യമില്ല. ഷാമ്പു വാഷ് ചെയ്തിട്ട് പിന്നെ കൊടുക്കും. പിന്നെ നിങ്ങൾ ഓൾട്ടർ ചെയ്യുമ്പോഴും ഒത്തിരി കൂട്ടിയിട്ട് ഓൾട്ടർ ചെയ്യാവുള്ളൂ. കൃത്യം ഷേപ്പിൽ ഓൾട്ടർ ചെയ്ത് വെക്കരുത്. കാരണം വാഷ് ചെയ്ത് കഴിയുമ്പോൾ അത് ചെറിയതായിട്ട് ചുരുങ്ങും. അത് പ്യുവർ ആയതുകൊണ്ടുള്ളതുമാണ്. അത് മോശമായിട്ട് എടുക്കരുത്. അത് നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് നല്ലത്, നമുക്ക് സുഖമാണ്. ഈ സിന്തറ്റിക് മിക്സ് വരുന്ന നൂല് വരുമ്പം അതിന് ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷെ ബോഡിക്ക് നല്ലതല്ല, കാഴ്ചയ്ക്കും ഭംഗി കുറവാണ്. അടുത്തത് സിമ്പിൾ സാധനങ്ങളാണ് ഞാൻ കൂടുതലും ഇന്ന് കാണിക്കുന്നത് കേട്ടോ. സിമ്പിൾ ഇന്ന് ഡെയിലി വെയർ ആയിട്ടുള്ള ഇതൊക്കെ ഇപ്പം നല്ല എന്നാ പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇതാണ്. ലൈറ്റ് ഷെയ്ഡിൽ ഈ പീച്ച് ഇത് വരുന്നത് ഇതൊക്കെ ഇസബല്ലയുടെ ഓൺ കുർത്തീസ് പ്രീമിയം കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ആദ്യത്തേത് വരും. ഞാൻ ചിലപ്പം കാണിക്കാം ഓൺലൈനിൽ. ഇനി ഒത്തിരി വരും, അന്നേരം ഞാൻ ഒത്തിരി വരുമ്പം കൂടുതൽ കാണിക്കാം. ഇതിപ്പോൾ എല്ലാം കോട്ടണാണ്, പ്യുവർ കോട്ടണാണ്. പ്യുവർ കോട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നെയാണ് തരുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ
മുമ്പത്തേൻ്റെ കാര്യം പറഞ്ഞില്ല. വർത്താനമല്ലേ പിന്നെ എങ്ങനെയാന്ന് പറ. ഇതിനെ സ്ലിറ്റഡ് അല്ല, എലൈനാണ്. എന്നിട്ട് ഫ്രണ്ടിൽ മാത്രം ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്. താഴെ വന്നു കഴിയുമ്പോൾ ഒരു ചെറിയ സ്ലിറ്റ്, സൈഡിൽ കൂടെ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ ബട്ടൺ പിടിപ്പിച്ചിട്ടുണ്ട്. അതും അങ്ങനെ തന്നെയാണ്, ഇതും അങ്ങനെ, ഇത് മൂന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരേ മോഡലാണ്, ഒരേ പാറ്റേണിലാണ് തയ്ച്ചിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു നെക്ക്, ചൈനീസ് കോളർ. പിന്നെ എലൈനാണ്, കയ്യിൽ ഇങ്ങനെ ഒരു പടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്യുവർ കോട്ടൺ ആണ്. ഫ്രണ്ടിൽ ഇവിടെ ബട്ടൺ വന്നിട്ട് അല്ല, കണ്ടോ സ്ലിറ്റ് ആണോ? അല്ല, ഇതും ആ മോഡൽ തന്നെ. നല്ല കോട്ടൺ ആണ്. ഒരു ആദ്യം നമുക്ക് ഇത് കൈ കിട്ടുമ്പോൾ ആ കോട്ടൻ്റെ ഒരു ഇത് തോന്നും. ഒറ്റ വാഷിൽ നല്ല കംഫർട്ടാകും ഇത്. അത് ഷാമ്പൂവിനകത്ത് വാഷ് ചെയ്തെടുക്കുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. നല്ല ലൈറ്റ് ഷെയ്ഡല്ല. ഇതും എയർലൈനാണ്, സ്ലിറ്റഡ് അല്ല. ഇതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതിനെല്ലാം സൈസ് ഇച്ചിരി കൂടുതലാണ്. ഇതിപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് XXL. മീഡിയം ആണ്. അയ്യോ, ഇത് മീഡിയമോ? ഇത് മീഡിയം കേട്ടോ, XXL ഞാൻ പറയുക. മീഡിയത്തിന് ലാർജിൻ്റെ കഴിഞ്ഞ സൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ XXL ഉള്ളവർ എടുക്കുവാണെങ്കിൽ സുഖമായിട്ട് XXLകാർക്ക് ഇടാം. ഒത്തിരി വണ്ണം കൂടുതലായിട്ട് എടുക്കരുത്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ബോഡിയെ പറ്റി. അങ്ങനെ ആ ഒരു ഇതിലേ എടുക്കാവുള്ളൂ. നാളെ വിദ്യ പറഞ്ഞിട്ട് എടുത്തെന്ന് പറയും കേട്ടോ. ഇത് സ്ലിറ്റഡ് ആണേ, അല്ല സ്ലിറ്റഡ് അല്ല. ഇതും എയർലൈനാണ്, അജ്രക്കാണ് പാറ്റേൺ. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ. ലൈനിങ് ഇല്ലെങ്കിൽ ഞാനിത് എടുക്കാനേതോ. ഞാൻ ലൈനിങ് ഇല്ലാത്ത കുർത്തി ഇടുള്ളൂ. എന്നാന്നറിയോ, ചൂടെടുക്കാതിരിക്കാൻ. ലൈനിങ് ചൂടെടുക്കും എന്നല്ല, എനിക്ക് ആ ലൈനിങ് ഞാൻ സ്വന്തമായിട്ട് തയ്പ്പിക്കുമ്പോൾ ലൈനിങ് ഒക്കെ വാഷ് ചെയ്തിട്ടൊക്കെ കഴിയുള്ളൂ. ഇതാണ് അതിൻ്റെ ബാക്കിനൊക്കെ ഇങ്ങനെ അജ്രക്കിൻ്റെ ഇങ്ങനെ ഇവിടെ പാച്ച് ചെയ്തിരിക്കുന്നു. വീനൊക്കെ വരുന്നു. എയർലൈൻ കുർത്തിയാണ്. ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ. സ്ലിറ്റാ അല്ലേ? ഇതെല്ലാം പ്യുവർ കോട്ടൺ ആണ്. ഇത് സ്ലിറ്റഡ് ആണ്. ഇതെല്ലാം സൈസ് ഉള്ളത് M2XXL കേട്ടോ. സ്ലിറ്റഡ് ആണ്, ലൈനിങ് ഉണ്ട്. കൈക്ക് ലൈനിങ് ഇല്ല. ഇങ്ങനെ ചെസ്റ്റ് പോർഷനിൽ ഒരു യോക്ക് വെച്ച് ചെയ്തിട്ട് അങ്ങനെ വന്നിരിക്കുന്ന ഒരു സംഭവം. ബാക്ക് നെക്ക് ഇങ്ങനെ. ബാക്ക് നെക്കൊക്കെ നോർമൽ സ്ലീവാണ്. ഇത് സ്ലിറ്റഡ് ആണ് കണ്ടോ. അപ്പോൾ വന്നിട്ട് കളർ വരുന്ന ഇതിനൊരു ബ്ലാക്കാണ്. ബ്ലാക്കും മെറൂണും കൂടെ കൂടിയുള്ള ഒരു കോമ്പിനേഷൻ. നെക്ക് ഇങ്ങനെ വരും. സ്ലിറ്റഡ് ആണ്. കയ്യെ ലൈനിങ് ഇല്ല, ബോഡിക്ക് ലൈനിങ് ഉണ്ട്. ലെങ്ത്ത് ഒരു 46 അടുത്ത് ലെങ്ത്ത് ഉണ്ട്. എല്ലാത്തിനും ഒരേ ഏകദേശം ഒരേ ലെങ്ത്ത് കുറവില്ല. പിന്നെ ഒത്തിരി പൊക്കം കൂടുതലുള്ളവർക്ക് ലെങ്ത്ത് വ്യത്യാസം വരും. ഇത് സ്ലിറ്റഡ് ആണ്. ചുമ്മാ സിമ്പിൾ കുർത്തി. ഒരു പൊച്ചമ്പള്ളി ഡിസൈൻ വരുന്ന ഇവിടെ ഇങ്ങനെ ഒരു പോട്ട്ലി ബട്ടൺ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഐറ്റം കുർത്തിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന കുർത്തിക്ക് വേണ്ടിയിട്ടാണ്. സാരിയാണ് ഞാൻ ഓൺലൈനിൽ സാരി പോകുന്നില്ലെന്നല്ല, ചുരിദാർ സെറ്റും പോകുന്നില്ലെന്നല്ല, നല്ലപോലെ പോകുന്നുണ്ട്. പക്ഷേ കുർത്തിക്ക് അത്രയ്ക്കും സ്റ്റോക്ക് നമുക്കുണ്ട്. ഇത് ഫ്രോക്ക് മോഡൽ കേട്ടോ, അജ്രക്കിൻ്റെ ഫ്രോക്ക് മോഡൽ. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇതുണ്ട്, ഗാദേഴ്സ് വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ഇവിടെ ഇതെല്ലാം ആ ഒരു പ്രിൻ്റേ വരുന്നതാണ്. ബാക്കും ഇങ്ങനെ ഫ്രോക്കായിട്ടിടേണ്ടവർക്ക് ഇടാം. അടിയിലൊരു ക്യാപ്രി ഇടുവോ ആങ്കിൾ ലെങ്ത് ഇടുവോ ഒക്കെ ചെയ്തു. ഇത് വന്നിട്ട് നമ്മുടെ ചിക്കൻകാരി മെഷീൻ വർക്ക് ചെയ്തിരിക്കുന്ന കുർത്തിയാണ്. ജോർജറ്റിൽ തീർത്തിരിക്കുന്നത് ചിക്കൻകാരി ഹാൻഡ് വർക്കല്ല, ചിക്കൻകാരി മെഷീൻ വർക്കാണ്. പക്ഷേ ഇതിൻ്റെ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ആ വർക്കുണ്ട്. സാധാരണഗതിക്ക് എപ്പോഴും ഫ്രണ്ടിൽ മാത്രമേ വരുള്ളൂ. ഇത് ഫ്രണ്ടിലും ബാക്കിലും വർക്കുണ്ട്. താഴത്തേക്ക് വർക്ക് ഉണ്ടോ, നല്ല ഐറ്റമാണ് ഇത്. കൈക്ക് സ്ലീവിൽ ലൈനിങ് ഇല്ല. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ഇച്ചിരി നട്ടടിച്ച് ഞാൻ ഇങ്ങനത്തെ ഒത്തിരി പിള്ളേർ ഇട്ടേക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ്. കൈ അങ്ങോട്ട് നല്ല കറക്റ്റ് ടൈറ്റാക്കി ഓൾട്ടർ ചെയ്യണം. ഇതിപ്പം ചിലർക്ക് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ കൈയുടെ ഫിനിഷിങ് കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ബാക്കിലും ഫ്രണ്ടിൽ വരുന്ന സെയിം ഡിസൈൻ തന്നെയാണ് ബാക്കിലും വരുന്നത്. ഇനി ഇത് നമ്മുടെ വിചിത്ര സിൽക്കിൻ്റെ
ഞാനെല്ലാം കാണിക്കുന്നത് നോർമൽ കുർത്തീസാണ് കേട്ടോ. ചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽ ചെയ്തിരിക്കുന്ന കൈയുടെ ഇങ്ങോട്ടും യോക്ക് പാട്ടും ഹക്കോബയാണ്. ഇത് ഇത്രയും ഭാഗം ഹക്കോബയാണ്. ഇവിടെ പോട്ട്ലി ബട്ടൺ ചെയ്തിട്ട് സ്ലിറ്റഡ് ആണ്. ഒരു നല്ല പീക്കോക്ക് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ്, നല്ല വെച്ചൊരു കുർത്തി കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഒന്നുമില്ല, സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഈ അടിയിലത്തെ സംഭവമാണ്. ഇതിൻ്റെ ഒത്തിരി കളേഴ്സൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ചെയ്ത് വെച്ചിരിക്കുക. അത് ആ തുണിയിലുള്ളതല്ല, അത് പ്രത്യേകിച്ച് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഒരു ഡിസൈൻ, ഒരു ഗോൾഡൻ ഇത് വെച്ച് ഇങ്ങനെ വീനക്ക് വരും. ഇതും എല്ലാം M2XXL ആണ്. ഇത്ര വലിയ കുർത്തി സിമ്പിളാണ്, പക്ഷേ ആ ഒരു പാർട്ടി ടച്ച് ഉണ്ടാക്കുന്ന ഒരു കുർത്തിയാണ്. നമ്മളിടുന്ന ഷോളും കൂടെ കൂട്ടുമ്പോൾ അങ്ങനെ ഒരു ഇത് വരും. ഫ്രോക്ക് മോഡലേ. ഇതൊക്കെ റേറ്റ് താരതമ്യേന കുറവാണ്. നല്ല രസമാണ് കാണാൻ. ഇത് കണ്ടോ, ഇങ്ങനെ താഴെ ഈ ഒരു വരും, അനാർക്കലി മോഡൽ വരും. അംബർല അല്ല, അനാർക്കലി മോഡൽ വരും. ഫ്രണ്ടിൽ ഇങ്ങനെ വർക്കുണ്ട്, കയ്യേലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫങ്ഷൻ വെയർ കുർത്തിയായിട്ട് ഇടാം. ഇതെല്ലാം പ്രിൻ്റാണ്, കറുത്ത് പോകുന്നതല്ല, പ്രിൻ്റാണ്. പിന്നെ ബാക്ക് ഇങ്ങനെ, ഫ്രണ്ടിലാണെങ്കിൽ ഈ അടിയിലത്തെ ആ ഒരു ഭാഗം അതൊരു ഫങ്ഷൻ സെമി ഫങ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മുടെ ഇപ്പോൾ ഹൽദിയൊക്കെ ഇല്ലേ, കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ഹൽദി ഫംഗ്ഷനോ അല്ലാതെ ഉപയോഗിക്കും. നല്ലൊരു യെല്ലോ കളർ കേട്ടോ. എന്നാ യെല്ലോ ആണെന്ന് ചോദിച്ചാൽ മസ്റ്റാർഡ് യെല്ലോ എന്ന് കറക്റ്റ് പറയത്തില്ല, നല്ലൊരു യെല്ലോ കളറാണ്. യെല്ലോയുടെ ചില കളറുകൾ ഒരു രസമില്ല, പക്ഷേ ഇത് മസ്റ്റാർഡിൻ്റെ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള യെല്ലോ ഇതുണ്ട്. നിറച്ചും ഇത് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ബുട്ടായുണ്ട്, ബോഡിക്ക് ഫുള്ള് ബുട്ടായുള്ള നൂല. ഇത് എ ലൈനാണ്. കയ്യെ ലൈനിങ് ഇല്ല. അത്രേ ഉള്ളൂ കുർത്തി. അത്രേ ഉള്ളൂ കുർത്തി. ഇനിയുണ്ട് ആ കുർത്തി, അത്രേ ഉള്ളൂ. എൻ്റെ തല കണ്ടിട്ട് നിങ്ങളൊക്കെ ഇന്ന് പേടിക്കുമോ എന്ന് എനിക്ക് പേടിയാണ്. തലമുടി കുളിച്ചിട്ട് ഉണങ്ങിയില്ല, അതുകൊണ്ട് എനിക്കിഷ്ടമില്ല എങ്ങനെ ഇട്ടുകൊണ്ടൊക്കെ. പിന്നെ വെയിറ്റ് ചെയ്യാൻ നേരില്ല ഇത്തോണ്ടേ. ഈ കുർത്തി ഞാൻ കാണിച്ചായിരുന്നു. ഇത് ഞാൻ ഇട്ടു അല്ലേ. ഇത് ഇങ്ങനത്തെ ഒരു എന്നാ പറയുന്നത്, ഇത് ജോർജറ്റ് എന്ന ഷിഫോൺ പോലത്തെ ഒരു മെറ്റീരിയൽ, ഈ ടൈ ആൻഡ് ഡൈ മോഡൽ വരുന്ന പോലത്തെ ഒരു ഡിസൈൻ വരുന്ന മെറ്റീരിയൽ. ഇവിടെ വരുമ്പോൾ ഹാൻഡ് വർക്കാണ്, ബീഡ്സും ഗ്ലാസ് വർക്കും ചെയ്തിട്ടുണ്ട്. സിമ്പിൾ കുർത്തിയാണ്, എ ലൈനാണ്. ബോഡിക്ക് ഉള്ള ലൈനിങ്, കൈക്ക് ലൈനിങ് ഇല്ല. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു ജോർജറ്റ് അല്ലേ ഈ മെറ്റീരിയൽ, റോമൻ സിൽക്കാന്ന് തോന്നുന്നല്ലേ, അങ്ങനെ ഒരു മെറ്റീരിയൽ. ഇത് സ്ലിറ്റഡ് ആണ്. യോക്ക് പാട്ട് ഇപ്പം ഞാനിപ്പോൾ ഇട്ടേക്കുന്ന കുർത്തിയുടെ പോലെ ഒരു യോക്ക് പാട്ടയിൽ ഇങ്ങനെ അജ്രക്ക് വന്നിട്ട് ഇവിടെ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുക. ഒന്നുമില്ല, സിമ്പിളാണ്. M2XXL ആണ്, സ്ലിറ്റഡ് ആണ്. ഇനി ഒരു ഓണം കുർത്തി കാണണ്ടേ. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ വർക്ക്. കേരള ക്രീമല്ല, കോപ്പറിൻ്റെ ഒക്കെ എന്തോ ഒരു ഷെയ്ഡ്, ഒരു അങ്ങനത്തെ ഒരു എനിക്ക് പറയാൻ അറിയത്തില്ല കളറ്. കേട്ടോ, ഈ ഒരു ഗോൾഡ് ഇവിടെ ഇത് നമ്മുടെ തനി ഗോൾഡിൻ്റെ ഒരു ഇതിലല്ല, കസവിൻ്റെ ഇതിലല്ല വരുന്നത്, ഇച്ചിരി കൂടി വേറൊരു കളറാണ് അങ്ങനെ ചെയ്തിരിക്കുന്നു. ഇത് ഹാൻഡ് വർക്കാണ്, ഫുള്ളി ഹാൻഡ് വർക്കാണ്. കയ്യേൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് വരുന്നു. അങ്ങനെ M2XXL ആണ് സൈസ് വരുന്നത്. ഓണത്തിനൊക്കെ വാങ്ങിച്ചിട്ടിട്ട് ഈ ഇങ്ങനത്തെ കളർ പ്രിൻ്റഡ് ഷോളും ഒക്കെ, ഈ ബാന്തിനി ഷോളോ അങ്ങനത്തെ ഷോളൊക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് കണ്ടോ, ടിഷ്യൂവിൽ വരുന്നത് നല്ല വൈഡായിട്ടുള്ള നെക്ക്, നല്ല ഹാൻഡ് വർക്ക്, ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ്, ലൈനിങ് ഉണ്ട്. ഫങ്ഷൻ വെയറായിട്ട് ഇടാം. സിമ്പിളുമാണ്, എലഗൻറ്റുമാണ്. അങ്ങനെയുള്ളൊരിത് എ ലൈനാണ്. ബോഡിക്ക് ലൈനിങ് ഉണ്ട്, കൈക്ക് ലൈനിങ് ഇല്ല. ഇപ്പോൾ വരുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്, ബോഡിക്ക് ലൈനിങ് ഉണ്ട്, കൈക്ക് ലൈനിങ് ഇല്ല. ഇതിൻ്റെ വർക്ക്, നെക്കിൻ്റെ വർക്ക് ഉണ്ടോ, നല്ല വർക്ക്. അപ്പോൾ ഈ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ വരുമ്പോൾ നമുക്കൊരു പാർട്ടി ടച്ച് ഉണ്ടല്ലോ അങ്ങനെ. ഇനി ടു പീസ് ബോട്ടും ടോപ്പും കൂടെ വരുന്നത്. ഇത് ഇച്ചിരി റേറ്റ് ഉള്ളതാണ്, കാരണം ഇത് ചിക്കൻ കാരി വർക്കാണ്. ഈ വർക്ക് ചെയ്തേക്കുന്ന ഉണ്ട്, ഇച്ചിരി റേറ്റ് ഉണ്ട്. നല്ല പ്യോർ കോട്ടൺ മെറ്റീരിയലാണ്. ഇത് 46 സൈസ് വരെയുണ്ട്. M2 അല്ല, L XL XXL XXL അത്രയും സൈസുണ്ട്. LL ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മീഡിയത്തിലല്ല. ഇത് ടോപ്പ് വരും.
ഇത് വരും അതിൻ്റെ ബോട്ടം. നമ്മുടെ കോട്ട് സെറ്റ് വരുന്ന പോലെ ഉള്ള ഏകദേശം അത് സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, ബാക്കിലും ഇതുണ്ട്, ഈ വർക്കൊക്കെ ഉണ്ട്, കയ്യിലും ഉണ്ട്, സ്ലീവിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ കോട്ടൺ മസ്ലിൻ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, പ്യുവർ കോട്ടൺ അല്ല, മസ്ലിൻ്റെ ഒരു മിക്സാണ്. അപ്പോൾ പക്ഷേ നല്ല സോഫ്റ്റാണ്, നല്ല സുഖമാണ് ഇടാൻ. മസ്ലിൻ സിൽക്കിൻ്റെ ആ ഒരു ഇത് വരുന്നതുകൊണ്ടാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് മുഴുവനും, ലക്നോവി വർക്ക്. ഇവിടുത്തേത് മെഷീൻ അല്ല, ഹാൻഡ് വർക്കാണ്. ഹാൻഡ് വർക്ക് വരുമ്പോൾ റേറ്റ് കൂടുതൽ. ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒരു പീച്ച് കളർ, അത് വരുമ്പോൾ മെഷീൻ വർക്കാണ്, പക്ഷേ അതിന് റേറ്റ് വ്യത്യാസപ്പെട്ട് വരും. ഇത് 2 പീസാണ്, ഇത് മെഷീൻ വർക്കാണ്. ഇതും ഇപ്പോഴെല്ലാവർക്കും ഭയങ്കര ആവശ്യക്കാരായി ലക്നോവി വർക്കിന്, ലക്നോവി ചിക്കൻകാരി വർക്ക് കേട്ടോ. ഇതും 2 പീസ് തന്നെയാണ്, മെറൂൺ കളറ്, എന്നിട്ട് അതിൻ്റെ കൂടെ വെള്ള, ബാക്കിലിങ്ങനെ, കയ്യിലിങ്ങനെ, ഇങ്ങനെയുള്ളൊരു സംഭവം. അതിൻ്റെ ബോട്ടം വരുന്നത് ഇതേ ഇങ്ങനെ, ബോട്ടത്തേലും ആ ഒരു വർക്കൊക്കെ ഉണ്ട്. ഈ ചിക്കൻകാരി നമ്മളിങ്ങനെ കുർത്തിയായിട്ട് ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നുണ്ടാ തോന്നുന്നു ഓവർ വർക്കാണ്. എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നേ. പക്ഷെ പലരും നല്ല ഷേപ്പ് ചെയ്ത് അത് ഇട്ട് കഴിയുമ്പം നല്ല ഭംഗിയൊക്കെ കാണാൻ, നല്ല ഒന്നാം തരം ഫങ്ഷൻ വെയർ ആയിട്ട് ഇരിക്കും. ഇത് ചുമ്മാ നമ്മുടെ നോർമൽ 2 പീസ് ടോപ്പ്. ഇത് ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ ഇവിടുത്തെ ഇത് വെച്ച് യോക്ക് ചെയ്തിരിക്കുന്നു. ബോട്ടം ഇതും M2 XXL ഉള്ള സൈസ്. ഇതിപ്പോൾ ചെറിയ സൈസാണെന്ന് തോന്നുന്നു കയ്യിൽ, അതുകൊണ്ട് ആ ബോട്ടം ചെറുതായിട്ട് തോന്നുന്നത്. നമ്മുടെ സിഗരറ്റ് ബോട്ടം അല്ലെങ്കിൽ ലൂസ് ബോട്ടം എന്ന് പറയുന്ന കൂട്ട് ബോട്ടം, മറ്റേ ബുട്ട സൈഡിലുള്ളതല്ല, അല്ലാത്ത ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്നത്. ഇത് 3 പീസ്. എൻ്റെ മുഖം അപ്പടി വീങ്ങിയാണ് ഇരിക്കുന്നത്, അതില്ല എൻ്റെ ശ്രദ്ധ. ചില ദിവസം അങ്ങനെ ഒരു ബോധറിങ് ഒന്നുമില്ല, ചില ദിവസം നമ്മുടെ മൂഡ് പോലെ ഇരിക്കും എല്ലാം. നമുക്ക് നല്ല മൂഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരുങ്ങണം, മറ്റേത് മറിച്ചൊന്ന്. മൂഡൊന്നുമില്ല, മൂത്തും തിരക്കാണെങ്കിൽ എന്താ പറയുക, അസലി കിറുക്കി നടക്കും അല്ലേ? അങ്ങനെയല്ലേ എല്ലാവരും? ആണോ? ഞാനാണ് ഇത്. ചിലപ്പോൾ എൻ്റെ ഷോപ്പിലൊക്കെ വരുന്നവർ എന്നെ കണ്ടാൽ പേടിച്ചു പോകും, ഞാൻ ഓർക്കും. അത്രയ്ക്ക് കോലക്കെട്ടാണ് നടക്കുന്നത്, ആരും പെട്ടു പോയിട്ടില്ലല്ലോ അല്ലേ? ഇത് ടോപ്പ്, ഇത് ബോട്ടം. ടോപ്പിൻ്റെ ഈ എടുത്ത് ഇവിടെ ഒരു ചെറിയൊരു പാച്ച് പോലെ ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുമ്പോൾ ഷിഫോണയിൽ സൈഡിൽ ഇങ്ങനെ പാച്ച് ചെയ്തിരിക്കുന്ന ജോർജറ്റല്ല, ഷോളായിരുന്നേ, ബോട്ടമല്ല. ബോട്ടപ്പിന് ഷോളെന്നും ഷോളിന് ബോട്ടം എന്ന് പറയും. അതാണ് ഉറുമീസ്. ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് ഷോള്. സമാധാനമായോ? ഷോൾ ഇങ്ങനെ വരും, സിമ്പിൾ ഷോള്, എല്ലാം സിമ്പിൾ. നമുക്ക് ഡെയിലി പോകുമ്പോൾ ഇടാൻ വരെ ഞാൻ പറയണല്ലേ. 2, 3 ടോപ്പ്. ഇത് മസ്ലിനാണോ കോട്ടൺ ആണോ? കോട്ടൺ ടോപ്പ്. ഇത് ബോട്ടം. ഇത് എനിക്ക് ചുരിദാർ സെറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിക്കാൻ തീരെ വശമില്ലാത്ത ഒരാശാട്ടിയ. എന്തോ ഇതാണ് വരുന്നത് ഷോള്. കാണിക്കുന്നതിൻ്റെ വൃത്തികേട് കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ വെറുത്ത് പോരുത്. ഇത് നല്ല ഐറ്റമാണ്, എൻ്റെ കുഴപ്പമാണ്. കാണിക്കാൻ അങ്ങ് ഒട്ട് ഒരു വശമില്ല. കലങ്കാരിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഇങ്ങനെ വി നെക്ക്, പക്ഷേ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ടുള്ള ഒരു സാധനം. 3 പീസാണ്. ഇതെന്നാ കളിക്കുക? ഇത് ടോപ്പ്, ഇത് ബോട്ടം. ഇതുണ്ടോ, ബോട്ടം വരും. ബോട്ടോ ഷോളും സെയിം. ഇത് പക്ഷേ ഇത്രയും കട്ടിയില്ല. ഷോള് വരുമ്പോൾ ഷോളിൻ്റെ അത്രയും ഇതേ ഉള്ളൂ, കനവേ ഉള്ളൂ. ഷോളിൻ്റെ അറ്റത്ത് ഇങ്ങനെ വർക്ക്, മുന്താണിക്കൊരു സംഭവം കൂടെ ഉണ്ട്. ഉണ്ടോ? ഇങ്ങനെ വരും ഷോള്, ഇങ്ങനെ വരും ബോട്ടം. ഇവിടെ ഫുള്ളി ഹാൻഡ് വർക്ക്ഡ്. ചുരിദാർ സെറ്റ് അത്രയേ ഉള്ളൂ. ഇനി ഞാൻ സാരി കാണിക്കാം, കുറച്ച് സാരി. ഇത് ഓണത്തിന് നല്ല തിളങ്ങി നല്ല സാരി കേട്ടോ. ഇതിന് ഇച്ചിരി തിളക്കം കൂടുതലുണ്ട്, കാരണം ടിഷ്യൂ സിൽക്കാണ് ഇത് മെറ്റീരിയൽ. ടിഷ്യൂ സിൽക്കിൻ്റെ നിൽക്കുന്നത് നല്ല സാരി കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല കംഫർട്ടാണ്, നല്ല റേറ്റ് കുറവാണ്, നല്ല ഭംഗിയാണ്. പിന്നെ തിളക്കം ഇഷ്ടമില്ലാത്തവർ എടുക്കണ്ട. തിളക്കമൊക്കെ ഇത്രയും തിളക്കമൊക്കെ ആകാന്നേ. ഇപ്പം അങ്ങനൊന്നും ഇല്ല, തിളക്കം അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് കണ്ടാൽ ഇട്ട് കഴിഞ്ഞാൽ
ഭംഗിയുണ്ടാകണം, പ്രായം, ഇതിലൊന്നും ഒരു കാര്യമില്ല. ഈ പ്രായത്തിൻ്റെ കാലഘട്ടമൊക്കെ പോയി. പ്രായമുള്ളവർക്കൊരു സാരി, പ്രായം കുറഞ്ഞവർക്കൊരു സാരി, പ്രായമുള്ളവർക്കൊരു വേഷം. നമ്മുടെ ബോഡിക്ക് കംഫർട്ടാണ്, നമ്മൾ സുന്ദരിയെന്ന് നമുക്ക് തോന്നുന്നത് നമുക്ക് ധരിക്കാം. പിന്നെ മറ്റുള്ളവരെ കൊണ്ട് അയ്യേ എന്ന് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പക്ഷം. ചിലർക്ക് അയ്യേ എന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എല്ലാവരും നോക്കണം, അതാണ് പക്ഷം അല്ലേ. ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ, റെഡെന്ന് പറയാൻ പറ്റത്തില്ല, ഇത് സിൽവറിൻ്റെ വീവിങ് കുറച്ച് നല്ല ഡബിൾ ഷെയ്ഡാണ്. റെഡും സിൽവറും കൂടെ, റെഡല്ല മെറൂണാണ്, മെറൂണും ഇതുണ്ട് ഇവിടെ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ റെഡ് വരുന്നുണ്ട്, സിൽവറും കൂടെ കൂടി ഒരു റെഡിഷ് മെറൂൺ എന്ന് വേണമെങ്കിൽ വീണടുത്ത് കിടന്ന് ഉരുണ്ട് പറയാം. വീണടുത്ത് കിടന്ന് ഉരുണ്ടല്ല, ഞാൻ നോക്കിയിട്ട് അങ്ങനെ തന്നെയാണ്. ഇതാണ് പക്ഷേ ഭയങ്കര സോഫ്റ്റാണ്, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഭയങ്കര സോഫ്റ്റാണ്. എൻ്റെ തലമുടി അനുവദിക്കുന്നില്ലേ, ചടി വരുന്നു തോന്നും. ചടി എന്താ നല്ലൊരു സാരി, നല്ല സൂപ്പർ ത്രെഡ് വർക്ക് ചെയ്ത അടിപൊളി സാരി. ഇതിൻ്റെ മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ്. കുറച്ച് തൊള്ളിക്ക് റേറ്റ് ഉണ്ട്, ഒത്തിരി റേറ്റ് അല്ല, പക്ഷേ നല്ല നമുക്ക് ഉടുക്കാനും എളുപ്പമാണ്, കാണാനും നല്ല ഭംഗിയാണ്. ത്രെഡ് വർക്കും ഒരു എന്നാ പറയുന്നത് ഈ ഒരു ഒക്കെ വരുന്നത് കൊണ്ട് അതിന് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഫീലുണ്ട്. ഇതിപ്പോൾ വന്നിട്ട് ടീൽ ബ്ലൂ നേവി ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു കളർ. മുന്താണിയാണ് ഇപ്പം ഞാൻ കാണിച്ച സാധനം ഉണ്ടോ, ഇതാണ് മുന്താണി. ബ്ലൗസ് വരുമ്പോൾ എല്ലാം സെയിം ആണ്, ബ്ലൗസ് സെയിം തന്നെ റണ്ണിങ്. ഇങ്ങനെ കൂടെ മുഴുവൻ ഇങ്ങനെ ത്രെഡ് കൊണ്ട് ചെയ്തിരിക്കുക, നല്ല ഭംഗിക്ക് ഓൾ ഓവർ ബോഡി ബുട്ട ചെയ്തിരിക്കുന്ന ത്രെഡ് കൊണ്ട് ഇങ്ങനെ ചെയ്തിരിക്കുക. വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയലാണ്, പക്ഷേ ഇത്തേ കൂടെ കണ്ടോ ഒരു ലൈൻസ് പോലെ ഇങ്ങനെ ഒരു വീവിങ്ങും കൂടെ പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. ഇങ്ങനെ വൺ ഫ്ലെയർ ആയിട്ടൊക്കെ ഇട്ടാലും നല്ല ഒരു എന്നാ പറയുക, നമ്മളെപ്പോഴും കാണുന്ന അല്ലാതെ ഒരു മോഡൽ. സിൽക്കൊന്നും അല്ല എന്ന് പറയാനും പറ്റത്തില്ല, വിചിത്ര സിൽക്കാണ്. വിചിത്ര സിൽക്കിൻ്റെ നല്ല കൂടിയതാണ് കേട്ടോ, കുറഞ്ഞ വിചിത്ര സിൽക്കല്ല, നല്ല കൂടിയ വിചിത്ര സിൽക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 100 രൂപയ്ക്ക് 120 രൂപയ്ക്കൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഓരോരുത്തർ അതിനെ വില കളഞ്ഞു. അതൊക്കെ ചുമ്മാ ഒന്നിനും കൊള്ളത്തില്ലാത്ത മെറ്റീരിയൽസാണ്. സത്യം ഞാൻ പറയാം, എന്തിനാണ് നമ്മളങ്ങനെ പറയുന്നത്? ഇത് നല്ല മെറ്റീരിയൽ വിചിത്ര സിൽക്ക്. എന്തുകൊണ്ട് വിചിത്ര സിൽക്കിനോട് പലർക്കും ഒരു ശരിക്കും പറയാം ഒരു പുച്ഛമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. വിചിത്ര സിൽക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിലും വരുന്നുണ്ട്. ഇത് ബോട്ടിൽ ഗ്രീൻ അല്ല, രാമഗ്രീൻ ആണോ ബോട്ടിൽ ഗ്രീൻ ആണോ, അങ്ങനെ ഒരു ഷെയ്ഡാട്ടോ. ഉണ്ടോ ആ ഒരു ലൈൻസ് പോലെ പോയിരിക്കുന്നുണ്ട് സ്റ്റഫ്. പിന്നെ ഇങ്ങനെ ഒരു ത്രെഡ്, അതൊരു നല്ല ഭംഗിയാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഈ ചെയ്തേക്കുന്നതിൻ്റെയാണ് റേറ്റ് വില ഭയങ്കരമായിട്ട് വരുന്നത്. പർപ്പിൾ ഷെയ്ഡ്, 4 ഷെയ്ഡ് അതിനുള്ളത്. ഏത് പ്രായത്തിലുള്ളവർക്ക് കൊടുക്കാം, നല്ല കംഫർട്ടായിട്ട് കൊടുക്കാവേ, നമുക്ക് ബോഡിക്കൊട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഈ സെമി സിൽക്കൊക്കെ കൊടുക്കുമ്പോൾ ബോഡിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയല്ലേ കുറച്ചായി കഴിയും. പക്ഷേ ഇത് നമുക്ക് എത്ര സമയം സാരി കൊടുത്ത് നിന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിയുമ്പോഴത്തേനും ആൾക്കാർ ആദ്യം ഭയങ്കര പുട്ടിയൊക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെ പോകും, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാട്ടിക്കും. കാരണം ഇവിടുന്ന് ഓർണമെൻറ്റ്സും മറ്റതും മറിച്ചും എല്ലാം. ഇങ്ങനത്തേതൊക്കെ ഇടുവാണെങ്കിൽ ഭംഗിയും ഉണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ പിന്നെ AC ഹാളിലൊക്കെ പരിപാടികളൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ല പാടാണ്. കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു സമയം കുറച്ച് സമയം ആദ്യമൊക്കെ നല്ല സുഖമാണ്, അത് കഴിയുമ്പോൾ അങ്ങ് മടുക്കാൻ തുടങ്ങും അല്ലേ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. മെറൂൺ, ഡാർക്ക് മെറൂൺ. അപ്പോൾ ഇന്ന് ഒത്തിരി കാണിച്ചില്ലേ, കുറച്ചേറെ കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കുർത്തിയും ചുരിദാർ സെറ്റും അല്ല സാരി ഐറ്റം. ഇനിയും എന്തോരം കാണിക്കാനുണ്ടെന്ന് എനിക്കറിയത്തില്ല, അതുപോലെ കാണിക്കാനുണ്ട്. അപ്പം എന്താ പറയുക, ഇത് നിങ്ങളെപ്പോഴും ഒരു ഓർക്കുക, ഇതിൻ്റെ സ്ക്രീനിൽ കിടക്കുന്ന നമ്പറിലാണ് ബുക്കിംഗ് എടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ അല്ലാതെ പഴയ എന്നും ഉള്ള നമ്പറിൽ, സ്ക്രീനിൽ ഏത് നമ്പറാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചോണേ. ബുക്കിംഗ് എടുക്കുമ്പോൾ ആ നമ്പറിലാണ് ബുക്കിംഗ് എടുക്കുന്നത് കേട്ടോ. ഇനി അഥവാ നിങ്ങൾ എപ്പോഴും വേറൊരു നമ്പറിലാണ് അയച്ചതെങ്കിലും ആ നമ്പറിൽ നിന്ന് പറഞ്ഞു തരും, ഇന്ന നമ്പറിലേക്ക് അയക്കാൻ പറയാം. അപ്പോൾ അങ്ങോട്ടൊന്ന് ഫോർവേഡ് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.